ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് മീ ആദി. ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ കേസരിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ പൈനാപ്പിൾ കേസരി. യെറ്റ് സോ ഡിലീഷ്യസ് ആയ ഒരു റെസിപ്പിയാണിത്. നമ്മളിത് ഫ്രഷ് പൈനാപ്പിൾ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ഫ്രഷായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിളാണ്. ഞാനിങ്ങനെ കൊച്ചു കൊച്ചായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, അതുപോലെ 1 കപ്പോളമുള്ള റവ, 1.25 കപ്പോളമുള്ള പഞ്ചസാര, ഷുഗർ, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂ നട്ട് എടുത്തേക്കാണ്. ഇത് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് റവ, 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ, 1.25 കപ്പ് ഷുഗർ, കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പോളം ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യാനുസരണം നമുക്ക് നെയ്യും ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 1 കപ്പോളം എടുത്തേക്കുന്ന റവ നമുക്കൊന്ന് വറുത്തേക്കാം. വറുത്ത റവയാണ്, പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറുക്കണം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് തൊട്ട് 15 സെക്കൻഡ് വരെ വറുത്താൽ മാത്രം മതിയാവും. നല്ല ഫ്ലേവർ ആയിരിക്കും വരുന്നത്. വറുക്കുമ്പോഴേ നല്ല ഫ്ലേവർ കിട്ടും. ഡബിൾ റോസ്റ്റഡ് റവയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വറുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂട് കയറിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മളിപ്പം ഇതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കാഷ്യൂ നട്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പിട്ടു. ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇതേ നെയ്യിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ നെയ്യിൽ തന്നെയാണ്. നമുക്ക് 5 മിനിറ്റോളം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറും കിട്ടും അങ്ങനെ നെയ്യിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക്. ഒരു 5 മിനിറ്റ്സോളം നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഒരു 50% ഇത് കുക്കായിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്ക്. ഓക്കെ, നമ്മളിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇപ്പം അതേ കടായിൽ തന്നെ നമുക്ക് 3 ഗ്ലാസോളമുള്ള വെള്ളം എടുത്തേക്കാണ്. 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഞാനിത് മെഷർ ചെയ്ത് വെച്ചേക്കാണ്. 3 ഗ്ലാസ് വെള്ളം. ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് ബോയിൽ ചെയ്യണം. ഞാനിവിടെ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇതിന് കളറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ നമ്മുടെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇവിടെ കളറിങ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് മതിയാവും കളറിങ്ങിന്. വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇടാം. കുങ്കുമപ്പൂ കുറച്ച് ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതും ചേർക്കാം. ഓക്കെ, ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ ബോയിൽ ആയതിനു ശേഷം നമ്മുടെ റവ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
മഞ്ഞൾപ്പൊടി ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരത്തില്ല. അറിയത്തുകൂടിയില്ല മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്നൊന്നും അറിയത്തുപോലുമില്ല. നമ്മളിങ്ങനെ ഇതിനായിട്ട് ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ എല്ലാം പോകും. സോ അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ വരുമെന്നൊന്നും ഇതാവണ്ട, പേടിക്കാൻ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം കളറിന് പകരം. ആർട്ടിഫിഷ്യൽ കളറിനെക്കാട്ടിലും എത്രയും നല്ലതാണ് മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മുടെ വെള്ളം ബോയിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലതിന് ശേഷം ഗ്രാജ്വലി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് സ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇടുക. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് 1.25 കപ്പോളമുള്ള 1.25 കപ്പ് ഷുഗറാണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളിതിലേക്ക് 1.25 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. റവ നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാവൂ, ഷുഗർ ആഡ് ചെയ്യാം. ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. കുറച്ച് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കയുടെ പൊടിയാണിത്. ഏലക്കയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഏലക്ക പൊടിച്ച് വെച്ചേക്കാണ്. അത് ഇൻഗ്രീഡിയൻറ്റ് പറയാൻ സമയത്ത് വിട്ടുപോയി പറയാനായിട്ട്. കട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഷുഗർ എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു കപ്പിന് 1.25 കപ്പ് ഷുഗറാണ് എടുത്തേക്കുന്നത്. ബിക്കോസ് നമ്മളിവിടെ ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ ചെറിയൊരു പുളിപ്പ് കാണും. അപ്പോൾ അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1.25 കപ്പ് ഷുഗർ എടുത്തേക്കുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1 കപ്പ് ഷുഗർ മതിയാവും. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് ഷുഗർ മതിയാവും. പക്ഷേ ഇവിടെ ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 1.25 കപ്പ് ഷുഗർ എടുത്തേക്കുന്നത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൊണ്ടാണ് ഈ കേസരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. നമ്മൾ കളറിട്ടെന്നേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. പക്ഷേ അത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. കണ്ട് കളറ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നല്ലൊരു യെല്ലോ കളറായിട്ടാണ്. ഇപ്പോൾ ക്യാമറയിൽ ഇത്ര യെല്ലോ ആയിട്ട് കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നല്ലൊരു യെല്ലോ കളറാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് ഇതൊന്നുമില്ല, ഒരു ടേസ്റ്റിനോ ഫ്ലേവറിനോ ഒന്നും വ്യത്യാസം വരത്തില്ല. ഹെൽത്തിയും കൂടെയാണ്. നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഹെൽത്തിയും കൂടെയാണ്. ആർട്ടിഫിഷ്യൽ കളർ എന്തായാലും അത്ര ഹെൽത്തി അല്ലല്ലോ. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് നല്ല കുക്ക് ചെയ്തെടുക്കുക. എന്ത് നല്ല ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട്സ് ആൻഡ് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. നോർമൽ കേസരിയെക്കാട്ടിലും നമ്മളിങ്ങനെ എന്തെങ്കിലും ഈ പൈനാപ്പിൾ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി വെറും റവ മാത്രമല്ലേ വെച്ച് ചെയ്യുന്നത്. ഇതിന് ഈ പൈനാപ്പിൾ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു 5 സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. 5 സ്പൂണ് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൈനാപ്പിൾ റവ കേസരി റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ കേസരി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ബോളിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ കേസരി ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇത് ആരും പറയത്തില്ല ഇത് മഞ്ഞൾപ്പൊടി കൊണ്ടാണ് ഇതിൻ്റെ കളർ വെച്ചേക്കുന്നത് എന്നുള്ളത് ആരും പറയത്തില്ല. പെർഫെക്റ്റ് നല്ല നമ്മൾ സാധാരണ നമ്മുടെ കളർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. ഫ്ലേവറിൽ ഒരു വ്യത്യാസവും വരത്തില്ല. ഓക്കെ, വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ ഒന്ന് ഈ പൈനാപ്പിൾ നമ്മൾ നോർമൽ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ചെറിയ ചെറിയ ക്രഞ്ചി പീസസ് ആയിട്ട് നമുക്ക് ആ പൈനാപ്പിൾ കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും. നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫീൽ ആയിരിക്കും അത് അങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. ഓക്കെ, ആപ്പിൾ കേസരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വിത്ത് മീ ആദ്യ എന്ന ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നോട്ടിഫിക്കേഷനിൽ വരത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നല്ലൊരു വീഡിയോവുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്